എല്ലാവർക്കും നഴ്സിംഗ് ആസ്പിരൻസ് ബൈ ലേൺ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതായത് നഴ്സിംഗിന് പഠിക്കുന്ന ഏതൊരു കുട്ടിയും അല്ലെങ്കിൽ നഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട, ഏതൊരു സ്റ്റുഡന്റും അല്ലെങ്കിൽ ഏതൊരു നഴ്സസും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്ക്. നിങ്ങൾ വൈറ്റൽ സയൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്താണ് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നഴ്സിംഗ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ് എന്നറിയപ്പെടുന്ന സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ടോപ്പിക്സുകളിൽ ഒന്നാണ് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്. സോ ആസ് എ നഴ്സ് നമുക്ക് ഏതൊരു പേഷ്യന്റിനും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് വൈറ്റൽ സയൻസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ വൈറ്റൽ സയൻസിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം നമ്മുടെ വൈറ്റൽ ഓർഗൻസ്, അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന വൈറ്റൽ ഓർഗൻസിന്റെ ഫങ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഈ വൈറ്റൽ സയൻസിലൂടെയാണ്. അതായത് നമ്മൾ പ്രധാനമായിട്ട് 4 വൈറ്റൽസ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചർ, മറ്റൊന്ന് റെസ്പിറേഷൻ, മറ്റൊന്ന് ഹാർട്ട് റേറ്റ്, പിന്നെ ഉള്ളത് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയും. ഈ 4 പാരാമീറ്റേഴ്സിലൂടെ നമ്മുടെ ശരീരത്തിലെ ഏതൊരു പ്രവർത്തനവും എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇതിൽ വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ നമ്മളിത് പല ചാപ്റ്ററുകളിലായിട്ട് പല സെഷൻസിലായിട്ട് പഠിച്ചു കഴിഞ്ഞതുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാമത്തെ വൈറ്റൽ സൈൻ എന്താണ്? അതായത് 5th വൈറ്റൽ സൈൻ, ദാറ്റ് ഈസ് പെയിൻ. സാഹചര്യങ്ങൾ അനുസരിച്ച് 2 വൈറ്റൽ സൈൻസ് 5th വൈറ്റൽ സൈൻ എന്ന് പറയാറുണ്ട്. ഒന്ന് പെയിനും മറ്റൊന്ന് ഓക്സിജൻ സാച്ചുറേഷനുമാണ്. അതായത് ഹൈലി ഇന്റൻസീവ് കെയർ ഏരിയകളിൽ വരുന്ന പേഷ്യൻസിന്റെ 5th വൈറ്റൽ സൈൻ ഏതാണെന്ന് ചോദിച്ചാൽ there it will be ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് O2 സാച്ചുറേഷൻ, SpO2 ആണ് അവിടുത്തെ 5th വൈറ്റൽ സൈൻ എന്ന് പറയുന്നത്. എന്നാൽ അല്ലാതെയുള്ള നോർമൽ സാഹചര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ പെയിൻ ആണ് 5th വൈറ്റൽ സൈൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു വൺ-വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാംസിനൊക്കെ. അതൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിനായാലും യൂണിവേഴ്സിറ്റി എക്സാമിനായാലും 5th വൈറ്റൽ സൈൻ ഏതാണ് എന്നുള്ളത് ചോദിക്കാം. സോ അവിടെ പെയിൻ ആണുള്ളതെങ്കിൽ പെയിന് കൊടുക്കുക, ഓക്സിജൻ സാച്ചുറേഷൻ ആണുള്ളതെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നാലോ എന്ന്. അങ്ങനെ വരത്തില്ല, അങ്ങനെ വരാറുമില്ല. ഓപ്ഷനിൽ ഒന്നുകിൽ പെയിൻ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ ആസ് പെർ യുവർ സിലബസ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 2ന്റെ അല്ലെങ്കിൽ നഴ്സിംഗ് ഫൗണ്ടേഷന്റെ 9ാമത്തെ യൂണിറ്റ് പെയിൻ, അതിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ് 9ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ. അവിടെ നമുക്ക് കംഫർട്ട്, സ്ലീപ്പ്, പെയിൻ, ഇങ്ങനെ 3 സെക്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പെയിൻ എന്ന് പറയുന്നത്. പെയിനിൽ അല്ലെങ്കിൽ ഡിസ്കംഫർട്ടിൽ ഇതിൽ എന്തൊക്കെ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്? ഒന്ന്, പെയിനിന്റെ ഫിസിയോളജി, ഹൗ ദിസ് പ്രോസസ്, പെയിൻ എന്നുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഫിസിയോളജിക്കൽ പ്രോസസ്സ് എന്താണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ കോമൺ കോസസ് ഓഫ് പെയിൻ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയിൻ. അപ്പോൾ ഇത് 3ഉം തന്നെ പല പ്രാവശ്യവും ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ പെയിൻ ടോപ്പിക് തീരുന്നില്ല. പകരം നമ്മൾ വൈറ്റൽ സയൻസ്, ടെമ്പറേച്ചറും റെസ്പിറേഷനും ബ്ലഡ് പ്രഷറും BPയും ഒക്കെ, ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ പെയിനും ഒരു വൈറ്റൽ സൈൻ ആയതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് എന്നതിനൊപ്പം ആ ഒരു പെയിൻ ഉള്ള ഒരു വ്യക്തിക്ക്, ഒരു പേഷ്യൻറ്റിന് നമ്മൾ അതെങ്ങനെ അസസ് ചെയ്യും, അതിനെന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അതെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രം ഒരു ടോപ്പിക്കല്ല. നിങ്ങൾ നഴ്സിങ്ങിന് തുടങ്ങി അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ചു തുടങ്ങി ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 4th സെമസ്റ്റർ വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ നഴ്സിംഗ് കരിയറിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടതും നിങ്ങൾ യൂസ് ചെയ്യുന്നതും നിങ്ങൾ എപ്പോഴും കം അക്രോസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പെയിൻ എന്ന് പറയുന്നത്. സോ യു ആർ ഗോയിങ് ടു ഫേസ് പേഷ്യൻസ്, പലതരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണാൻ പോകുന്നത്. അവർക്കെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അസസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് പെയിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് പെയിൻ. ബട്ട് ഇറ്റ് ഈസ് വെരി വാസ്റ്റ് ടോപ്പിക്. നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഒരിക്കലും ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു സെഷനാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് പെയിൻ. അസസ്മെന്റ് ഓഫ് പെയിൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സ്കെയിലുകളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട്. സോ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ പെയിൻ അസസ് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ പെയിൻ അസസ് ചെയ്യുന്നത്? ഈ ബാക്കി എല്ലാ ടോപ്പിക്സും തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഇതിൽ തന്നെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, പെയിൻ
അസസ്മെന്റ്. എന്താണ് ഈ പെയിൻ അസസ്മെന്റ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൗ വി വിൽ അസസ് ദ പെയിൻ. ടെമ്പറേച്ചർ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തെർമോമീറ്റർ ഉണ്ട്. റെസ്പിറേഷൻ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻസ്പെക്ഷനിലൂടെ അസസ് ചെയ്യാം, അല്ലാതെയും മറ്റു പല മെത്തേഡുകളുണ്ട്. ഹാർട്ട് റേറ്റ് അസസ് ചെയ്യാനും മെത്തേഡുകളുണ്ട്. BP അസസ് ചെയ്യാനും BPക്ക് സ്പിഗ്മോ മാനോമീറ്റർ ഉണ്ട്. അങ്ങനെ പല മെത്തേഡുകളിലൂടെ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. സെയിം ലൈക്ക് ദിസ്, ഫിഫ്ത്ത് വൈറ്റൽ സൈൻ എന്നറിയപ്പെടുന്ന പെയിൻ നമ്മൾ എങ്ങനെ അസസ് ചെയ്യും? അതാണ് ഇന്നത്തെ ക്ലാസ്. പെയിൻ ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ഫിഫ്ത്ത് വൈറ്റൽ സൈൻ. ഇറ്റ് ഷുഡ് ബി അസസ്ഡ് റെഗുലർലി ആൻഡ് ഫ്രീക്വൻലി. നമ്മൾ മറ്റു വൈറ്റൽ സൈൻസ് അസസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പെയിൻ എന്ന ഫിഫ്ത്ത് വൈറ്റൽ സൈനെയും റെഗുലർലി, ഫ്രീക്വൻലി, റിപ്പീറ്റഡ്ലി അസസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇറ്റ്സ് വെരി വൈറ്റൽ. അതുകൊണ്ട് അവിടെ അസസ് ചെയ്യാൻ മാത്രമല്ല, നമ്മളവിടെ എന്ത് ചെയ്യണം? ആ പേഷ്യന്റിന് പെയിൻ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുകയും വേണം. കൃത്യമായിട്ടും എഫക്റ്റീവായിട്ടുള്ള പെയിൻ അസസ്മെന്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മാനേജ്മെന്റ് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി വെരി നെസസറി. അപ്പോൾ പെയിൻ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്ന കമ്പോണൻസ്? ഫസ്റ്റ് വൺ, ഹിസ്റ്ററി കളക്ഷൻ. സെക്കൻഡ് വൺ, ഫങ്ഷണൽ ആൻഡ് സൈക്കോസോഷ്യൽ അസസ്മെന്റ്. Third one, physiological assessment. And the fourth one is pain scales. So what are the four assessment in pain assessment? What are the four components of pain assessment? History collection, functional and psychosocial assessment, physiological assessment, pain scale. ആദ്യം നമുക്ക് ഹിസ്റ്ററി കളക്ഷനിലോട്ട് പോകാം. ഹിസ്റ്ററി കളക്ഷൻ നിങ്ങൾ ഇനി അടുത്ത അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ, പല ക്ലാസ്സുകളിൽ അടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി കളക്ഷൻ. എന്താണ് ഹിസ്റ്ററി കളക്ഷൻ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റിന് നമ്മൾ എന്ത് കാര്യമാണോ നമുക്ക് അവരിൽ നിന്നും അറിയേണ്ടത് അതെല്ലാം അവരോടും അവരുടെ റിലേറ്റീവ്സിനോടും നമ്മൾ ചോദിച്ച് അറിയുന്നു, അല്ലെങ്കിൽ പല റെക്കോർഡ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. ഇതിനെയാണ് ഹിസ്റ്ററി കളക്ഷൻ എന്ന് പറയുന്നത്. മറ്റേതൊരു അസസ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ ആസ് എ നേഴ്സ് വി നീഡ്സ് ടു ആസ്ക് അബൌട്ട് ദ കണ്ടീഷൻ. അല്ല, പേഷ്യന്റിനോട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പറയണം. പേഷ്യന്റിന് എന്താണോ അതിനെക്കുറിച്ച് പറയാനുള്ള അത് കേട്ട് നമ്മൾ ആ സ്പെസിഫിക് വേർഡ്സ് എന്ത് ചെയ്യുക? യൂസ് ചെയ്ത് ഡോക്യുമെന്റേഷൻ നടത്തുക. ഇപ്പം ഇവിടെ പെയിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെയിനെ കുറിച്ച് ആ വ്യക്തി എന്താണോ പറയുന്നത്. സോ പെയിൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എത്ര വേദന സഹിക്കുന്നു അതുപോലെ ആയിരിക്കത്തില്ല എൻ്റെ കൂട്ടുകാരിക്ക്. അല്ല, ഓരോ വ്യക്തിയുടെയും പെയിൻ ത്രഷോൾഡ് എന്ന് പറയുന്നത് അത് വേരിയിങ് ആണ്. ചില ആൾക്കാർ വളരെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അവർക്ക് വേദന ഭയങ്കരമായിട്ട് തോന്നും. ചിലർക്ക് അത്രത്തോളം അങ്ങനെ പെട്ടെന്നൊന്നും വേദന അവർ എക്സ്പ്രസ് ചെയ്യാറില്ല. അവിടെ ടോളറബിലിറ്റി വളരെ കൂടുതലായിരിക്കും. സോ അത് അവരുടെ വേർഡിൽ നിന്ന് അവിടെ നമ്മൾ ഏത് സൈറ്റിലാണ് വേദന വരുന്നത്, അത് ഏത് ന്യൂറോളജിക്കൽ സിസ്റ്റം പെയിൻ ആണോ, മസ്കുലോസ്കെൽറ്റൻ സിസ്റ്റം പെയിൻ ആണോ, എത്രത്തോളം ഇൻറ്റൻസിറ്റി അതിനുണ്ട്, ഏത് രീതിയിലാണ് പെയിൻ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചോദിച്ചറിയണം. അപ്പോൾ ഹിസ്റ്ററി കളക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു? ഫസ്റ്റ് വൺ, പെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുക. ബേസിക് pain characteristics include onset of pain, duration of pain, pattern of pain, location of pain, intensity of pain, quality of pain, associated symptoms of pain, and the factors that increase or relieve the pain. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അവിടെ ആദ്യം ചോദിച്ചറിയുന്നു. അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് വേദന ഉണ്ടായത്, എത്ര സമയം നിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നു, ആ ഒരു വേദനയുടെ രീതി, പാറ്റേൺ എങ്ങനെയായിരുന്നു, ഏത് ഭാഗത്താണ്, ഏത് ലൊക്കേഷനിലാണ് വേദന ഉണ്ടായിരുന്നത്, വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള, സിവിയർ ആയിരുന്നോ, മൈൽഡ് ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ പെയിൻ, ക്വാളിറ്റി ഓഫ് പെയിൻ എങ്ങനെയാണ്. അതുപോലെ ഈ പെയിനൊപ്പം വേദന വരുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സിംറ്റംസ് ശരീരത്തിൽ ഇതിനൊപ്പം കാണാറുണ്ടോ, അതുപോലെ എന്തെങ്കിലും ഫാക്ടേഴ്സ് നിങ്ങൾക്ക് പെയിൻ റിലീഫ് തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് നിങ്ങളുടെ വേദന ഇപ്പോൾ ഉള്ള വേദനയിൽ നിന്നോ കുറച്ചുകൂടെ കൂട്ടുന്നതായോ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? സോ ദീസ് ആർ ഓൾ characteristics, basic characteristics of pain will be asked to the patient and will be noted. Okay, that is പെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ പെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മുടെ അസസ്മെന്റ് നടത്തുന്നുണ്ട്. നമ്മൾ വളരെ ചെറിയൊരു എക്രോനിയം കൊടുത്തിട്ടുണ്ട്. എന്താണത്? OPOR
STUV എന്നാണ്. OPORSTUV. സാധാരണ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പെയിൻ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫോം ആണിത്. OPORSTUV. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പെയിനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഷോർട്ട് ഫോമിലൂടെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും എന്താണെന്ന്. O എന്ന് പറഞ്ഞാൽ ആദ്യത്തെ O എന്ന് പറയുന്നത് ഓൺസെറ്റ് ആണ്. അതായത് when did pain begin? അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് പേഷ്യന്റിനോട് ചോദിക്കാൻ പോകുന്നത്. when did pain begin? how long does pain last? how often does pain occur? എപ്പോ ഈ വേദന തുടങ്ങി, എത്ര സമയം നിന്നു, എത്ര ഇടവിട്ട് എത്ര തവണ, എപ്പോഴും എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഈ വേദന ഉണ്ടാകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൺസെറ്റിൽ തന്നെ ചോദിച്ചറിയും. ഓക്കെ. അടുത്ത രണ്ടാമത്തെ പോയിന്റ് O കഴിഞ്ഞാൽ P ആണ്. ദാറ്റ് ഈസ് precipitating or predisposing factors. അതായത് ഈ വേദനയ്ക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ വേദന കൂടാൻ അഗ്രിവേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പാസ്റ്റിൽ നിങ്ങൾ ഉപയോഗിച്ചപ്പോൾ വർക്ക് ചെയ്തിരുന്നു, ഈ വേദന കുറയാൻ സഹായിച്ചിരുന്നു. അതായത് precipitation ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്, എന്ത് കാരണമാണ്, ഏത് കാര്യങ്ങൾ വേദന കുറയ്ക്കുന്നു, എന്ത് കാരണങ്ങൾ വേദന കൂട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ P രണ്ടാമത്തെ സ്റ്റെപ്പ്, precipitating or predisposing factors. ഇനി മൂന്നാമത് Q. Q means quality. Ask the patient to describe the pain using words like it's a sharp pain, it's a dull pain, it's a stabbing pain, it is burning pain. ഇതിൽ ഏത് തരത്തിലുള്ള വേദന, അപ്പോൾ എല്ലാ വേദനകളും ഒരുപോലെയല്ല. സോ വി ഷുഡ് ആസ്ക് ദ പേഷ്യന്റ് ടു ഡിസ്ക്രൈബ് ദ പെയിൻ, ഹൗ ഇറ്റ് ഈസ്, വെദർ ഇറ്റ് ഈസ് എ ഷാർപ്പ് പെയിൻ or dull pain, it's a stabbing pain, it's a burning pain. We will ask them to describe the pain. That is Q or quality. Next one, OPQR. What is meant by R? R means region or radiation. Then how we will ask, does pain exist in one location or radiate to other areas? അതായത് നിങ്ങളുടെ ശരീരത്തിൽ കാലിൽ വേദന ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, ആ കാലിൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രമാണോ വേദനയുള്ളത്, അതോ അവിടെ നിന്ന് വേദന അതിന്റെ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സിൽ എങ്ങോട്ടെങ്കിലും അവിടെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇത് നമ്മൾ ചോദിച്ചു. ദാറ്റ് ഈസ് R, region or radiation. Next, OPQRS. OPQRS, severity, how it feel. What does it feel like? Have patient use a descriptive, numeric or visual scale to rate the severity of pain. Whether it is a severe pain or a mild pain or is a moderate pain. അത് സിവിയാരിറ്റി പേഷ്യന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിനെയാണ് സിവിയാരിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് OPQRS. അടുത്തത് T, OPQRST. അതായത് നമ്മുടെ എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് വരുന്ന അതേ ഓർഡർ തന്നെയാണ് ഇവിടെ വരുന്നത്. OPQRST. ടൈമിംഗ് ഓർ ട്രീറ്റ്മെന്റ്. അതായത് വേദനയുടെ സമയത്തെ കുറിച്ച്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് പെയിൻ. അതായത് ത്രൂ ഔട്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാകാറുണ്ടോ, അതോ ഇടയ്ക്കിടയ്ക്കാണോ ഇത് വേദന ഉണ്ടാകുന്നത്, എപ്പോ ഏത് സാഹചര്യത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വേദന തുടങ്ങുന്നത്, അതോ ഇത് വന്നും പൊഴിയും ഇരിക്കുന്ന തരത്തിലുള്ള വേദനയാണോ, പർട്ടിക്കുലർ ടൈമിൽ എപ്പോഴും ഇത് ഭയങ്കര വേഴ്സന്റ് ആയിട്ട് മാറാറുണ്ടോ, ഏതെങ്കിലും മെഡിക്കേഷൻസോ ട്രീറ്റ്മെന്റോ കറന്റ് യൂസ് ചെയ്യുന്നുണ്ടോ, അതെന്തെങ്കിലും എഫക്റ്റ് ആയിട്ടുണ്ടോ, ഏതെങ്കിലും മെഡിക്കേഷൻസിനോ ട്രീറ്റ്മെന്റിനോ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ടൈമിംഗ് ഓർ ട്രീറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ Tയിൽ ചോദിച്ചത്. നെക്സ്റ്റ് വൺ U ആൻഡ് V. യുവിൽ എന്താ ചോദിക്കുന്നത്? അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് പെയിൻ. അതായത് വാട്ട് ഡു യു ബിലീവ് ഈസ് കോസിങ് ദ പെയിൻ. അതായത് എക്സാക്ട്ലി എന്താണ് കോസ് എന്ന് നമുക്ക് അപ്പോഴും അറിയത്തില്ല. നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ബിലീവ് ഈസ് എ കോസിങ് ഓഫ് പെയിൻ. അതായത് ഈ വേദനയ്ക്ക് കാരണം എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മറ്റെന്തെങ്കിലും സിംറ്റംസ് ഇതിനൊപ്പം ഉണ്ടാകുന്നുണ്ടോ? ഈ വേദന നിങ്ങളെയോ നിങ്ങളുടെ ഫാമിലിയോ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്? സോ ഹൗ മച്ച് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദ പേഷ്യന്റ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അബൌട്ട് pain, understanding about pain. What do you believe is causing the pain? Are there any other symptoms with this pain? How is this pain impacting you and your family? Next, last step is a V or values. What is your goal for this pain? എന്താണ് നിങ്ങളുടെ ഈ ലക്ഷ്യം ഈ വേദനയിൽ? What is your comfort goal or acceptable level for this pain on a scale 0 to 10 with 0 is being none, 10 being worst possible? ഇതിൽ നിങ്ങൾ ആണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതിലോട്ട് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു?
Are there any other views or feelings about this pain that is important to you or your family? നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളെയോ റിലേറ്റ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ഫീലിംഗ്സ് ഈ വേദനയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടോ? Is there anything else you would like to say about your pain that has not been discussed or asked? ഇതുവരെ ഞാൻ ചോദിച്ചതിൽ ഇതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് വിയിൽ ചോദിക്കുന്നത്. സോ ദിസ് ഈസ് ദ അക്രോണിയം യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു അസസ് ദ പെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ് ഈസ് ഹിസ്റ്ററി കളക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, പെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളവിടെ പെയിനിൻ്റെ ഓൺസെറ്റും ഡ്യൂറേഷനും പാറ്റേൺ ഓഫ് പെയിനും ലൊക്കേഷനും ഇൻറ്റൻസിറ്റിയും ക്വാളിറ്റിയും അസോസിയേറ്റ് സിംറ്റംസും ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്രീസും ഓർ ഫാക്ടേഴ്സ് ദാറ്റ് റിലീവ് ദ പെയിനും OPQRSTUV ഈ അക്രോണിയം ഉപയോഗിച്ചാണ് അസസ് ചെയ്യേണ്ടത്. സോ നൗ യു അണ്ടർസ്റ്റുഡ് ഹൗ ടു അസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെയിൻ. ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് പാറ്റേൺ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്നിവിടെ പറയുകയാണ്. ജസ്റ്റ് ഓരോ പാറ്റേൺ നമ്മൾ അസസ്മെന്റ് നടത്തുമ്പോൾ ഇത് ഓരോന്നും നമ്മളിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിശദീകരിച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ, പാറ്റേൺ ഓഫ് പെയിൻ. ആദ്യം നമ്മൾ പെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു, അതിൽ തന്നെ പാറ്റേൺ ഓഫ് പെയിൻ അടുത്ത് ചോദിക്കുകയാണ്. പെയിൻ പാറ്റേൺ പ്രൊവൈഡ്സ് clues about the causes of pain and direct treatments. A patient may have pain all the time as well as discrete period of intermittent pain. അതായത് ചില ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ വേദന കണ്ടിന്യൂസ്ലി അവിടെ വേദന ഓൾ ദ ടൈം മോർണിംഗ് ടു ഈവനിങ് കണ്ടിന്യൂസ്ലി അവിടെ വേദനയുണ്ട്. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം ചില ഇന്റർമിറ്റൻ്റ് ആയിട്ട് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ബ്രേക്ക് ത്രൂ പെയിൻ ഈസ് എ ട്രാൻസിയന്റ് മോഡറേറ്റ് ടു സിവിയർ പെയിൻ. പെയിൻ ട്രീറ്റഡ് കറണ്ട് അനാൽജസിക്സ് നമ്മൾ കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടും ചിലപ്പോൾ അവിടെ വേദനകൾ ഉണ്ടാകാം. ചില പ്രൊസീജിയറുകൾ ചെയ്യുന്ന സമയത്ത് എപ്പിസോഡിക് ആയിട്ട് മാത്രം വേദന ഉണ്ടാകും. അതാണ് പാറ്റേൺ ഓഫ് പെയിൻ എന്ന് പറയുന്നത്. ഇനി ഏരിയ ഓഫ് പെയിൻ, അത് രണ്ടാമത്. ഏത് ഏരിയയാണ്, പർട്ടിക്കുലർ ലൊക്കേഷൻ ഓഫ് പെയിൻ, കോസസ് ആൻഡ് ട്രീറ്റ്മെന്റ്. സം പേഷ്യൻസ് മേ ബി ഏബിൾ ടു സ്പെസിഫൈ ദ പ്രിസൈസ് ലൊക്കേഷൻ. എക്സാക്ട്ലി ഐ എം ഗെറ്റിംഗ് പെയിൻ ഇൻ ദിസ് പർട്ടിക്കുലർ ലൊക്കേഷൻ only. And some patients will be telling, I cannot tell where I'm getting the pain. എനിക്ക് എവിടെയാണ് വേദന കിട്ടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് സംതിങ് ഐ എം ഗെറ്റിംഗ് പെയിൻ ഇൻ ദീസ് ഓൾ ഏരിയാസ്. ഐ എം ഗെറ്റിംഗ് പെയിൻ. പർട്ടിക്കുലർലി ഒരു ലൊക്കേഷൻ എനിക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല. എന്നാൽ മറ്റു ചിലർ പറയുന്നു, യെസ് ഐ എം ഗെറ്റിംഗ് പെയിൻ ഇൻ ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് റേഡിയേറ്റിംഗ് ടു ദിസ് ഏരിയാസ് എന്ന് പർട്ടിക്കുലർ ആയിട്ട് ഏരിയ നമുക്ക് പറയാൻ പറ്റുന്നു. അതാണ് ഏരിയ ഓഫ് പെയിനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. പാറ്റേൺ ഓഫ് പെയിൻ എഴുതി, ഏരിയ ഓഫ് പെയിൻ എഴുതി. അപ്പോൾ ഈ ഏരിയ ഓഫ് പെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സം എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഗാൽ ബ്ലാഡറിലാണ് വേദന ഉള്ളതെങ്കിൽ, ഗാൽ ബ്ലാഡർ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും വേദന വരുന്നത്. അതുപോലെ ഓവറിയിലാണെങ്കിൽ ഇവിടെയായിരിക്കും വേദന വരുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ ഇവിടെയായിരിക്കും വേദന വരുന്നത്. ചിലപ്പോൾ ഗാൽ ബ്ലാഡറിനും ലിവറിനും വേദന ഉണ്ടെങ്കിൽ ഇവിടെ വരാറുണ്ട് വേദന. ലങ്സിനും ഡയഫ്രത്തിനുമാണെങ്കിൽ ഇവിടെ വേദന വരാറുണ്ട്. ഹാർട്ടിനാണ് വേദനയെങ്കിൽ, ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ആണെങ്കിൽ ഇവിടെയാണ് വേദന വരുന്നത്. ഇതുപോലെ നമുക്ക് കൃത്യമായി പെയിൻ എവിടെയാണോ, ഇവിടെ ചെസ്റ്റിൽ നിന്ന് പെയിൻ വന്ന് ലെഫ്റ്റ് ഹാൻഡിലോട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാർട്ട് എന്ന് നമുക്ക് കറക്റ്റായി പറയാൻ പറ്റും. സോ ദീസ് ആർ ദ ലൊക്കേഷൻസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് ഏത് ലൊക്കേഷനിൽ വേദന കിട്ടുന്നു എന്നുള്ളതനുസരിച്ച് നമുക്ക് ഏത് ഓർഗനാണ് പ്രോബ്ലം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് പെയിൻ. ഓൾറെഡി ഐ ടോൾഡ് യു various pain assessment tools are used for assessing pain intensity. Assessing the severity or intensity of pain, providing a reliable measure that is used to determine the type of treatment as well as effectiveness. ഏത് തരം എത്ര സിവിയർ ആയിട്ടുള്ള വേദനയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അവിടെ ചൂസ് ചെയ്യാൻ. നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ പേഷ്യനോട് ചോദിക്കുന്നത്, whether it's a severe pain, can you please describe about your pain? Yes ma'am, I'm getting very very severe pain. I'm getting mild pain, but now it's okay. It was severe and now it is a moderate pain. ഇങ്ങനെ പല രീതിയിലായിരിക്കും പേഷ്യൻ്റ് അവിടെ ഇൻറ്റൻസിറ്റിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ്, പെയിൻ ക്വാളിറ്റി. ഇറ്റ്സ് റെഫേഴ്സ് ടു നേച്ചർ or characteristics of pain. For example, patient describe it is a neuropathic pain. Neuropathic pain എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും പറയുക? It's a burning pain ma'am, it's a numbing pain or shooting or stabbing or itchy sensation, അല്ലെങ്കിൽ ഷാർപ്പ് ഏക്കിംഗ്, ത്രോബിങ്, ക്രാമ്പിങ്, ഇങ്ങനെ പലതരത്തിലുള്ള പോയിന്റ് ആയിരിക്കും അവിടെ പറയുന്നത്. സോ ന്യൂറോപ്പതിക് പെയിൻ ആണോ അതോ നോസിസെപ്റ്റീവ് പെയിൻ ആണോ എന്ന് നമുക്ക് ആ പേഷ്യൻ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ നിന്ന്, ആ വേർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നോസിസെപ്റ്റീവ് പെയിൻ ആകുമ്പോൾ അവിടെ എപ്പോഴും ഇറ്റ്സ് എ ഷാർപ്പ് പെയിൻ, ടു മച്ച് ഏക്കിംഗ്, ഇറ്റ്സ് എ ത്രോബിങ് പെയിൻ
ഓർ ഇറ്റ്സ് എ ക്രാമ്പിംഗ് പെയിൻ, ഇങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ ന്യൂറോപ്പതിക് പെയിൻ ആകുമ്പോൾ ഐ എം ഗെറ്റിംഗ് സം ബേണിംഗ് പെയിൻ ഓർ നംനെസ് ഓർ ഷൂട്ടിംഗ് പെയിൻ ഓർ സ്റ്റാബിംഗ് ലൈക്ക് പെയിൻ ഓർ ഇച്ചി സെൻസേഷൻ ഇൻ ദിസ് ഏരിയ. ഇതിൽ ഏത് ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഏത് കാരണമാണ് എന്ത് കാരണമാണ് ആ വേദന ഉണ്ടാകുന്നത് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, അസോസിയേറ്റഡ് സിംറ്റംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു, ഈ വേദനയ്ക്കൊപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാകാറുണ്ടോ? ആങ്സൈറ്റി, ഫെറ്റിക്, ഡിപ്രഷൻ, ഇങ്ങനെ എന്തെങ്കിലും അസോസിയേറ്റഡ് സിംറ്റംസ് ഈ വേദന കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാറുണ്ടോ? അത് ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് വേദന കുറയുന്നത്? ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതുപോലെ പെയിൻ റിലീഫ് മെഷേഴ്സ്, എന്തെങ്കിലും മെഡിക്കേഷൻ നിങ്ങൾ പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിച്ചോ? എന്തെങ്കിലും സപ്ലിമെന്റ്സ് ഉപയോഗിച്ചോ? എക്സസൈസ് ചെയ്തിരുന്നോ? മസാജ് ചെയ്തിരുന്നോ? കാം ഓർ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് തെറാപ്പി എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇത് ചോദിച്ചു. എന്തെങ്കിലും റിലീഫ് മെഷേഴ്സ് യൂസ് ചെയ്തിരുന്നോ? സോ ദെൻ വി വിൽ കം ടു നോ വിച്ച് മെഡിക്കേഷൻ റെഡ്യൂസ് ദ പെയിൻ ഫോർ ദിസ് പേഷ്യൻറ്റ്, വിച്ച് മെത്തേഡ് ഓഫ് തെറാപ്പി, വിച്ച് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ബൈ ദം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേദന എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ ഹിസ്റ്ററിയും കൂടെ ചോദിക്കും. ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഓഫ് എനി മെഡിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി, എന്തെങ്കിലും മെഡിക്കൽ ഇൽനെസ്സോ ഇഞ്ചുറീസോ പേഷ്യൻ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മളവിടെ ചോദിച്ചറിയും. സോ മെയിൻലി ഇതൊക്കെയാണ് നമ്മളവിടെ ഫസ്റ്റ് ഹിസ്റ്ററി കളക്ഷനിൽ ചോദിച്ചെടുക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടി നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ പെയിൻ അസസ്മെന്റ് പല കമ്പോണൻസ് ഇവിടെ പറഞ്ഞു. അതിൽ ആദ്യത്തേതായിരുന്നു ഹിസ്റ്ററി കളക്ഷൻ. ഹിസ്റ്ററി കളക്ഷനിൽ നമ്മൾ പെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നു. പ്രധാനമായിട്ട് ഈ ഒരു ചാർട്ട് OPQRST UV എന്നുള്ള ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് എക്രോണിം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അസസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പാറ്റേൺ ഓഫ് പെയിൻ, ഏരിയ ഓഫ് പെയിൻ, അതുപോലെ ഇന്റൻസിറ്റി ഓഫ് പെയിൻ, പെയിൻ ക്വാളിറ്റി, അതുപോലെ അസോസിയേറ്റഡ് സിംറ്റംസ്, ഹിസ്റ്ററി ഓഫ് പെയിൻ റിലീഫ് മെഷേഴ്സ്, ഹിസ്റ്ററി ഓഫ് ഇൽനെസസ് ഓർ ഇഞ്ചുറി, ഇവയും നമ്മൾ ചോദിച്ചറിയുന്നു. നെക്സ്റ്റ്, പെയിൻ അസസ്മെന്റ് രണ്ടാമത്തെ കമ്പോണന്റ് ഫങ്ഷണൽ ആൻഡ് സൈക്കോസോഷ്യൽ അസസ്മെന്റ്. അതായത് നമ്മൾ പേഷ്യൻ്റ് ഫങ്ഷണൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും സൈക്കോസോഷ്യൽ, അതായത് മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അസസ് ചെയ്യുന്നു. കമ്പോണൻസ് ഓഫ് ഫങ്ഷണൽ ആൻഡ് സൈക്കോസോഷ്യൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേജിൽ കാണുന്ന ഇത്രയും പോയിന്റുകളാണ് നിങ്ങളുടെ അസസ് ചെയ്യുന്നത്. ഒന്ന്, പേഷ്യൻസ് പ്രയോർ ലെവൽ ഓഫ് ഫങ്ഷൻ, പേഷ്യൻറ്റിന് ഇതിനു മുമ്പേയുള്ള ഫങ്ഷണൽ എബിലിറ്റി എങ്ങനെയാണ്. ചില ആൾക്കാർ എപ്പോഴും ഗ്ലൂമി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതിപ്പോൾ വേദന വന്നപ്പോഴും മാത്രമല്ല. ചില ആൾക്കാർ പണ്ട് നല്ല ആക്റ്റീവായിരുന്നു, പക്ഷെ ആ വേദന വന്ന് തുടങ്ങിയതിന് ശേഷം അത്രത്തോളം ആക്റ്റീവ് അല്ലാതായി മാറി. അതുപോലെ പേഷ്യൻ്റെ ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്യുക. വെൽ പെർഫോമിങ് ഫങ്ഷണൽ ടാസ്ക്, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പേഷ്യൻ്റ് റിപ്പോർട്ട് ഓഫ് ഇമ്പാക്ട് ഓഫ് പെയിൻ ഓൺ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ശൈലികൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവുമുള്ള നമ്മുടെ വർക്ക്, സെൽഫ് കെയർ, എക്സസൈസ്, ലെഷർ ആക്ടിവിറ്റീസ്, ഇതിലെല്ലാം ഈ വേദന എത്രത്തോളം ഇമ്പാക്റ്റ് സ്വാധീനിക്കുന്നുണ്ട് അത് നമ്മൾ ഇതിൽ ഫങ്ഷണൽ ആൻഡ് സൈക്കോസോഷ്യൽ അസസ്മെന്റിൽ ചോദിച്ചറിയുന്നു. അതുപോലെ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നു. അതുപോലെ ഫാമിലീസ് റിപ്പോർട്ട് ഓഫ് ഇമ്പാക്ട് ഓഫ് പെയിൻ, പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു വേദന ഉള്ളത് കൊണ്ട് അത് അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ലിവിങ്ങിനെയും അവരുടെ വർക്കിനെയും അവരുടെ സെൽഫ് കെയറിനെയും എക്സസൈസിനെയും ലെഷറിനെയും ഒക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് ഫാമിലിയുടെ റിപ്പോർട്ട്, പേഷ്യൻറ്റിൻ്റെ ഫാമിലി റിപ്പോർട്ടും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അസസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഗോൾ എന്താണ്? പേഷ്യൻ്റ് ഗോൾ ഫോർ പെയിൻ മാനേജ്മെന്റ് ആൻഡ് ലെവൽസ് ഓഫ് ഫങ്ഷൻ. പേഷ്യൻ്റ് റിപ്പോർട്ട്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ പെയിൻ എത്രത്തോളം സ്വാധീനിക്കുന്നുള്ള പേഷ്യൻ്റ് റിപ്പോർട്ട്. കൾച്ചറൽ ആൻഡ് ഡെവലപ്മെന്റൽ കൺസിഡറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. അതുപോലെ പെയിൻ, ഡിപ്രഷനോ അബ്യൂസോ സൈക്കോപത്തോളജിയോ കെമിക്കൽ യൂസോ ആൽക്കഹോൾ യൂസോ അതിൻ്റെ എന്തെങ്കിലും ഹിസ്റ്ററി ഇവിടെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ, പേഷ്യൻ്റെ കൊഗ്നിറ്റീവ് എബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇവയെല്ലാമാണ് നമ്മളിവിടെ ഫങ്ഷണൽ ആൻഡ് സൈക്കോസോഷ്യൽ അസസ്മെന്റിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത്. സോ വാട്ട് ആർ ദി ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് ഫങ്ഷണൽ ആൻഡ് സൈക്കോസോഷ്യൽ അസസ്മെന്റ്? പേഷ്യൻസ് പ്രയോർ ലെവൽ ഓഫ് ഫങ്ഷൻ, ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് ബിഹേവിയർ, patient's report of impact of pain on daily activities including work, self-care, exercise, leisure. Next, patient's family report of impact of pain on activities of daily living including work, self-care, exercise, leisure. Patient's goal for pain management and level of function. Patient's report of impact of pain on quality of life. Cultural and developmental considerations. History of pain in relation to depression, abuse, psychopathology, chemical or alcohol use.
ഇമ്പാക്ട് ഓഫ് പെയിൻ ഓൺ പേഷ്യൻസ് കോഗ്നിറ്റീവ് എബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൈക്കോ സോഷ്യൽ അസസ്മെന്റിൽ ഫങ്ഷണൽ അസസ്മെന്റിൽ അസസ് ചെയ്യുന്നു. നെക്സ്റ്റ് കമ്പോണന്റ് അതിൽ തന്നെ അടുത്തതാണ് ഫിസിയോളജിക്കൽ അസസ്മെന്റ്. നഴ്സസ് മസ്റ്റ് പെർഫോം തറോ ഫിസിക്കൽ അസസ്മെന്റ്. സൈക്കോളജിക്കൽ അസസ്മെന്റ് മാത്രമല്ല ഫിസിക്കൽ അസസ്മെന്റും ചെയ്യണം. പെയിൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. ഫിസിയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ക്യാൻ ബി ഐസൊലേറ്റഡ്. It can be measured with some tools. It will helpful to identify the patient condition. So what are the key indicators of physiological changes in pain? Pain കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടാക്കികാർഡിയ, ഹാർട്ട് റേറ്റ് വിൽ ബി ഇൻക്രീസിങ്. Second one, respiratory rate and pattern may shift from normal. That is, it may increase or decrease or change pattern. Respiratory rate will be changing the pattern. And blood pressure, definitely വേദന വരുമ്പോൾ blood pressure increase ചെയ്യും. Oxygen saturation കുറയും. അതുപോലെ പേഷ്യൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ ഗ്രിമൈസിങ് വിൽ ബി ദെയർ, ഫ്രൗണിങ് വിൽ ബി ദെയർ, സാഡ് ഫേസ് വിൽ ബി ദെയർ. അപ്പം അങ്ങനെ പല എക്സ്പ്രഷൻസ് പേഷ്യൻ്റ് ഉണ്ടാകും. അതുപോലെ ചിലപ്പോൾ ക്രൈയിങ്, മോർണിംഗ്, ഇതുപോലെ വോക്കലൈസേഷൻ, ചില മൂളുന്നത് പോലുള്ള സൗണ്ടുകളും ചിലപ്പോൾ ഉച്ചത്തിൽ കരയുന്ന സൗണ്ട് നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും. അതുപോലെ ബോഡി മൂവ്മെൻറ്റ്സ്, മൂവ് ചെയ്യാനുള്ള ആ ഒരു എവിടെയാണ് വേദനിക്കുന്നത് ആ ഭാഗം അനക്കാനോ ഒന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്യാൻ പോലും തയ്യാറല്ലാതെ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. സോ ഇതുപോലെ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് നമ്മുടെ പെയിന് അസസ് ചെയ്യാൻ അല്ലെങ്കിൽ പെയിൻ്റെ അളവ് അസസ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് കോമൺ പെയിൻ സ്കെയിൽ. അപ്പോൾ സ്കെയിലുകളിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 4 കമ്പോണൻറ്റ്സ് പറഞ്ഞു. ഫസ്റ്റ് വൺ ഹിസ്റ്ററി കളക്ഷൻ, സെക്കൻഡ് വൺ ഫങ്ഷണൽ സൈക്കോ സോഷ്യൽ അസസ്മെന്റ്, തേർഡ് വൺ ഫിസിയോളജിക്കൽ അസസ്മെന്റ്, ആൻഡ് ദ ഫോർത്ത് വൺ നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് പെയിൻ സ്കെയിൽസ്. ഹിസ്റ്ററി കളക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ ഫാക്ടേഴ്സും ചോദിച്ചറിഞ്ഞു. എന്ത് ഏരിയ, എത്ര വേദനയുണ്ട്, എങ്ങനെ വേദനയുണ്ട്, എല്ലാം ചോദിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് സൈക്കോ സോഷ്യൽ അസസ്മെന്റ്, ഫങ്ഷണൽ അസസ്മെന്റ് നടത്തി. ഫിസിയോളജിക്കൽ അസസ്മെന്റ്, ഫിസിയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ അവിടെ അസസ് ചെയ്തു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ കോമൺ പെയിൻ സ്കെയിൽ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പെയിൻ സ്കെയിൽസ് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്ട്ലി പെയിൻ അസസ്മെന്റ് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും 2 പെയിൻ സ്കെയിലിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ദിസ് പെയിൻ സ്കെയിൽ യു ആർ ഗോയിങ് ടു സീ ത്രൂ ഔട്ട് യുവർ നഴ്സിംഗ് കരിയർ. കോമൺ പെയിൻ സ്കെയിൽ, ദർ ഇസ് എ വെറൈറ്റി ഓഫ് പെയിൻ സ്കെയിൽ യൂസ്ഡ് ഫോർ പെയിൻ അസസ്മെന്റ് ഫോർ പേഷ്യൻസ് ഫ്രം ന്യൂനേറ്റ്സ് ടു അഡ്വാൻസ് സ്റ്റേജ്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാവർക്കും പല തരത്തിലുള്ള പെയിൻ സ്കെയിലുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെയും നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് സ്കെയിലുകളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക്കൽ സ്കെയിൽ. The numeric scale. The numeric scale is the most commonly used pain scale with adult patient. Adult ആയിട്ടുള്ള, പ്രായപൂർത്തിയായിട്ടുള്ള, കംപ്ലീറ്റ്ലി ബോധമായിട്ടുള്ള, അതായത് ആ ഒരു കോൺഷ്യസ് മൈൻഡിലുള്ള അഡൾട്ട് പേഷ്യൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ന്യൂമറിക് സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ ഈ ന്യൂമറിക് സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം, 0 മുതൽ 10 വരെയുള്ള സ്കോറാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ സ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെർബൽ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിൽ ഇതിലേത് മാർഗം, നിങ്ങളുടെ വേദന, അതായത് 0 എന്ന വേദന എന്ന് പറഞ്ഞാൽ നണ്ണെന്നും വേദന ഒന്നുമില്ല എന്നും, 10 എന്ന് പറയുമ്പോൾ സിവിയർ പെയിൻ ആണ് നമ്മളത് കൊടുത്ത് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് കൊടുക്കുന്നു. നിങ്ങളെങ്കിൽ അതിൽ ഏത് റേറ്റാണ് കൊടുക്കുക, നിങ്ങളുടെ വേദനയ്ക്ക് ഏത് റേറ്റ് കൊടുക്കും, 7 കൊടുക്കുമോ, 5 കൊടുക്കുമോ, 3 കൊടുക്കുമോ എന്ന് ചോദിച്ചറിയുന്നു. അതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം വേദന പേഷ്യൻ്റ് ഉണ്ടെന്ന് തരംതിരിക്കുന്നു. ഇഫ് 0 they given none, there is no pain. എന്നാൽ 1 മുതൽ 3 വരെ ഉള്ള സ്കോർ, 1, 2, 3 ആണ് സ്കോർ പറയുന്നതെങ്കിൽ നമ്മളവിടെ അതിനെ മൈൽഡ് പെയിൻ എന്നും, 4, 5, 6 ആണ് സ്കോർ കൊടുക്കുന്നതെങ്കിൽ മോഡറേറ്റ് പെയിൻ എന്നും, 7 മുതൽ 10 വരെയുള്ള സ്കോർ ആണെങ്കിൽ സിവിയർ പെയിനും എന്നുള്ള കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്. ഈ രീതിയിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പെയിൻ അസസ് ചെയ്യുന്നതിനാണ് ന്യൂമറിക് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ന്യൂമറിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെയുള്ള സ്കോർ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നു. അതിനുശേഷം പേഷ്യന്റിനോട് തന്നെ നമ്മൾ ചോദിക്കുന്നു, ഇൻ ദിസ് റേറ്റിംഗ് വിച്ച് റേറ്റ് യു വിൽ ഗീവ് ഫോർ യുവർ പെയിൻ. നിങ്ങളുടെ വേദനയ്ക്ക് ഇതിൽ ഏത് റേറ്റ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പേഷ്യന്റ് പറയുന്നു, ഐ വിൽ ഗീവ് 5. That means patient is having moderate pain.
So this is about numeric scale. And the second one is visual analog scale, VAS. Many times they asked in the exams. Visual analog scale. What is meant by visual analog scale? This paint scale shows a 10 centimeter line printed on a piece of paper with anchors at either end. അതായത് ഇവിടെ നമുക്ക് നമ്പേഴ്സ് അല്ല, ഇവിടെ 10 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ ഒരു പേപ്പറിൽ വരുന്നു. അതിന് ഒരറ്റത്ത് നോ പെയിൻ എന്നും മറ്റേ അറ്റത്ത് അൺബിയറബിൾ പെയിൻ എന്നും. അതായത് ഒരു എൻഡ് നോ പെയിൻ, ദാറ്റ് മീൻസ് ദർ ഇസ് നോ പെയിൻ ഫോർ ദ പേഷ്യന്റ്. അടുത്ത മറു സൈഡിൽ വേഴ്സ്റ്റ് ഇമാജിനബിൾ, അതായത് വളരെ കഠിനമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്തത്ര വേദന. ദ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു മാർക്ക് എ സ്പോട്ട് ഓർ എഗ്സ് ഓൺ ദ ലൈൻ. എന്നിട്ട് നമ്മൾ അവരോട് പറയും നിങ്ങളുടെ വേദന ഇതിനിടയ്ക്ക് ഏതിലാണ്, അതായത് ഇവിടെയാണോ 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 എവിടെയാണ് നിങ്ങളുടെ വേദന എന്ന് വെച്ചാൽ അവിടെ ഒരു സ്പോട്ട് ഇടുക, അല്ലെങ്കിൽ അവിടെ ഒരു എക്സ് മാർക്ക് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റെ പെയിൻ അവിടെ മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് വിഷ്വൽ അനലോഗ് സ്കെയിൽ. നെക്സ്റ്റ് വൺ, പെയിൻ ഇന്റൻസിറ്റി സ്കെയിൽ. വാട്ട് ഈസ് മീൻ ബൈ പെയിൻ ഇന്റൻസിറ്റി? അതായത് ആ ഒരു വേദനയുടെ ഇന്റൻസിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന scale. This pain scale is verbal categorical pain scale. This scale gives the patient simple way to rate their pain intensity. അവരുടെ റേറ്റിംഗ് നമ്പറോ ഒന്നും കൊടുക്കുന്നില്ല, അവരോട് നമ്മൾ പറയുകയാണ്, വെർബലി നമ്മൾ അവരോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ്. വെദർ ഇറ്റ് ഈസ് എ മൈൽഡ് പെയിൻ, there is a moderate pain, severe pain, very severe pain, worst possible pain. ഇതിൽ ഏതാണ് നിങ്ങളുടെ വേദനയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇന്റൻസിറ്റി? നോ പെയിൻ ആണോ, മൈൽഡ് പെയിൻ ആണോ, മോഡറേറ്റ് പെയിൻ ആണോ, സിവിയർ പെയിൻ ആണോ, വെരി സിവിയർ പെയിൻ ആണോ, വേഴ്സ്റ്റ് പോസിബിൾ പെയിൻ ആണോ എന്നാണെന്ന് കൊടുക്കുക. അപ്പൊ ഇതാണ് പെയിൻ intensity scale. Next one, Wong-Baker scale. It's very, very important scale. Many times they asked in the question. Wong-Baker faces scale എന്നാണ് ഇതിനെ പറയുന്നത്. Uses drawn faces for patients to express. ഇതാണ് നമ്മുടെ Wong-Baker scale എന്ന് പറയുന്നത്. ഇവിടെ ചില മുഖങ്ങളുടെ എക്സ്പ്രഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഫേസസ് അവിടെ 0 to 10 എന്നുള്ള നമ്പേഴ്സും ഉൾപ്പെടുത്തിയാണ് കൊടുത്തത്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ 3 സ്കെയിലുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണിത്. ഇതിനകത്ത് 0 to 10 സ്കോർ ഉണ്ട്. ഇന്റൻസിറ്റി ഓഫ് പെയിൻ, നോ പെയിൻ, മൈൽഡ് പെയിൻ, മോഡറേറ്റ് പെയിൻ, സിവിയർ പെയിൻ, വെരി സിവിയർ പെയിൻ, വേഴ്സ്റ്റ് പെയിൻ, ഇങ്ങനെ പല ഇന്റൻസിറ്റി കൊടുത്തിട്ടുണ്ട്. ഫേഷ്യൽ ഗ്രിമൈസിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫേസ്, ആ ഒരു പേഷ്യൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് ഇവിടെ കാണാൻ പറ്റും. അതിനനുസരിച്ച് സ്കോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ചിൽഡ്രൻ ആണ്, കുഞ്ഞു കുട്ടികൾക്കാണ്. അവരുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻസ് അനുസരിച്ച് നമുക്കിവിടെ ആ ഒരു വേദനയ്ക്ക് നമ്പർ കൊടുക്കാൻ പറ്റും. ഇവിടെ വളരെയധികം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് വേഴ്സ്റ്റ് പെയിൻ പോസിബിൾ, അതായത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അവിടെ കരയുന്നില്ല, പക്ഷെ അവിടെ കരഞ്ഞു തുടങ്ങുന്ന ആ ഒരു ചെറിയൊരു അവസ്ഥയാണെങ്കിൽ വെരി സിവിയർ. അതിലും കുറച്ചുകൂടെ കാഠിന്യം കുറവാണെങ്കിൽ സിവിയർ, അല്ലെങ്കിൽ മോഡറേറ്റ്, ഓക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഓക്കെ ആണെങ്കിൽ മോഡറേറ്റും, അല്ലെങ്കിൽ മൈൽഡ് ആകുമ്പോൾ ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മോഡറേറ്റും, നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നോ പെയിനും. അവരുടെ ഫേസ് വെച്ചിട്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ പെയിൻ റേറ്റ് ചെയ്യുന്നു. എക്സ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വോങ്-ബേക്കർ സ്കെയിൽ. നെക്സ്റ്റ്, അനദർ സ്കെയിൽ റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് ചോദിച്ചാണ് ഫ്ലാക്ക്, FLACC സ്കെയിൽ. ഫ്ലാക്ക് സ്കെയിൽ. ഇറ്റ് ഇസ് ദ acronym for face, leg, activity, cry and consolability. ഇതിൽ നമ്മൾ 4 കാര്യങ്ങളാണ് അവിടെ സ്കോറിങ്ങിന് കൊടുക്കുന്നത്. ഫ്ലാഗ് സ്കെയിൽ ഏതൊക്കെയാണ്? ഫേസ്, ഫസ്റ്റ് വൺ ഫേസ്. അവിടെ 0 എന്നും 1 എന്നും 2 എന്നുള്ള 3 സ്കോറിങ് വരും. അവിടെ പേഷ്യൻ്റ് നോ പർട്ടിക്കുലർ എക്സ്പ്രഷൻ ഓർ സ്മൈൽ, അതായത് പ്രത്യേകിച്ചുള്ള ഒരു എക്സ്പ്രഷൻ ഒന്നും അവിടെ കാണുന്നില്ല, ചിരിക്കുന്നുമില്ല കരയുന്നുമില്ല എന്നുള്ളൊരു എക്സ്പ്രഷൻ ആണെങ്കിൽ ഫേസിലെങ്കിൽ നമ്മളവിടെ 0 ആണ് സ്കോർ കൊടുക്കുക. എന്നാൽ ഒക്കേഷണലി അവിടെ എന്ത് ചെയ്യുന്നു, ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടും കുറച്ച് ഒക്കേഷണൽ ഗ്രിമേസും കുറച്ച് ഫ്രൗൺ ആയിട്ടും വിഡ്രോൺ ആയിട്ടും ഒക്കെ കാണുന്നു, ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ 1 സ്കോർ കൊടുക്കും. എന്നാൽ പേഷ്യൻ്റ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ഇന്നുള്ള ഒരു മോർണിംഗ് ഒക്കെ ഉള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ 2 സ്കോർ കൊടുക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് വൺ, ഫ്ലാഗ് സ്കെയിലിന്റെ ഫസ്റ്റ് കാറ്റഗറി. രണ്ടാമത് ലെഗ്, നോർമൽ പൊസിഷൻ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ 0 സ്കോറും, എന്നാൽ കുറച്ചൊന്ന് അൺഈസി ആയിട്ടും റെസ്റ്റ്ലെസ് ആയിട്ടും ടെൻസ് ആയിട്ടും കാണുകയാണെങ്കിൽ 1 എന്നും, കിക്ക് ചെയ്യുകയും കാലുകൾ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 2 എന്നും സ്കോർ കൊടുക്കും. ആക്ടിവിറ്റി അടുത്ത് നോക്കുന്നത് FL, അത് കഴിഞ്ഞ് ആക്ടിവിറ്റി A.
ലൈൻ ക്വൈറ്റ് നോർമലായിട്ട് കിടക്കുന്നു, അവിടെ പൊസിഷനൊക്കെ ഈസി ആയിട്ട് അങ്ങോട്ടുമൊക്കെ ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സ്കോറിങ് 0. എന്നാൽ ഷിഫ്റ്റിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് ലിറ്റിൽ ടെൻസ്ഡ് ആയിട്ട് സ്ക്വിർമിംഗ് ആയിട്ടൊക്കെ കാണുകയാണെങ്കിൽ 1 സ്കോർ കൊടുക്കും. എന്നാൽ ആർച്ച്ഡ് ആയിട്ടും വളരെ റിജിഡ് ആയിട്ടും ജെർക്കിംഗ് ആയിട്ടും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ 2 സ്കോർ കൊടുക്കും. ദാറ്റ് ഈസ് ആക്ടിവിറ്റി. അടുത്ത് വരുന്ന സി, ക്രൈ. 2 സി വരുന്നുണ്ട് അവിടെ, ക്രൈ എന്നും കൺസോളബിലിറ്റി എന്നും. ആദ്യം നമുക്ക് ക്രൈ നോക്കാം. കരയുന്നുണ്ടോ എന്ന് നോക്കാം. കരയുന്നൊന്നുമില്ല അവിടെ, അങ്ങനെ പ്രത്യേകിച്ച് ഉണർന്നിരിക്കും, അങ്ങ് ഉണർന്നിരിക്കും, അവിടെ കരച്ചിലൊന്നുമില്ല എങ്കിൽ 0. എന്നാൽ ചെറിയ ചെറിയ മൂളലുകൾ മാത്രം അവിടെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ 1 എന്നും. എന്നാൽ ഒച്ചത്തിൽ അവിടെ കരയുന്നുണ്ടെങ്കിൽ, ഫ്രീക്വന്റ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ 2 സ്കോറും കൊടുക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, കൺസോളബിലിറ്റി. ഫ്ലാഗ് സ്കെയിലിന്റെ ലാസ്റ്റ് സി, കൺസോളബിലിറ്റി. അവിടെ പേഷ്യന്റിന്റെ കണ്ടന്റ് റിലാക്സ്ഡ് ആയിട്ട് കാണുകയാണെങ്കിൽ 0 എന്നും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഹഗ്ഗിങ്ങും അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റബിൾ ആയിട്ട് മാറുകയും എന്തെങ്കിലും പറയാൻ തുടങ്ങുകയും അല്ലെങ്കിൽ ടച്ച് ഒക്കേഷണൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഒന്ന് ടച്ചിലൂടെ ആശ്വസിപ്പിക്കും, ഒന്ന് റിയഷ്യൂർഡ് ആകുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ 1 എന്ന് കൊടുക്കും. എന്നാൽ നമുക്ക് പറഞ്ഞു പോകും അല്ലെങ്കിൽ ടച്ചിലൂടെ ഒന്നും ആശ്വസിപ്പിക്കാൻ, കൺസോൾ ചെയ്യാൻ പറ്റുന്നില്ല, കംഫർട്ട് ആക്കാൻ പറ്റുന്നില്ല എങ്കിൽ 2 എന്നുള്ള സ്കോർ കൊടുക്കുന്നു. ദിസ് ഈസ് ഫ്ലാഗ് സ്കെയിൽ. ഓക്കെ, എന്തൊക്കെയാണ് അത് വരുന്നത്? ഫേസ്, ലെഗ്, ആക്ടിവിറ്റി, ക്രൈ ആൻഡ് കൺസോളബിലിറ്റി. അത് നമ്മുടെ പേഷ്യൻ്റെ ബിഹേവിയറിൽ നമുക്ക് ഒബ്സർവ് ചെയ്ത്, എക്സ്പെഷ്യലി നമുക്ക് 3 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഈ ഫ്ലാഗ് സ്കെയിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വോങ് ബാക്കർ സ്കെയിലായാലും ഫ്ലാഗ് സ്കെയിലായാലും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്കാണ്. പ്രായം ചെന്നവർക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് ചില സാഹചര്യങ്ങൾ മാത്രം. അല്ലാതെ വരുമ്പോഴൊക്കെ നമുക്ക് അവിടെ 0 to 10 ഉള്ള ന്യൂമറിക് സ്കെയിലോ വിഷ്വൽ അനലോഗ് സ്കെയിലോ ഉപയോഗിച്ചിട്ട് നമുക്കവിടെ ഇൻറ്റൻസിറ്റി സ്കെയിലൊക്കെ ഉപയോഗിച്ച് അഡൽട്സിനെ അസസ് ചെയ്യാൻ പറ്റും. വോങ് ബാക്കർ സ്കെയിലും ഫ്ലാഗ് സ്കെയിലും യൂസ് ചെയ്യുന്നത് എക്സ്പെഷ്യലി ഫോർ കിഡ്സ് ആണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്കെയിൽസ് യൂസ്ഡ് ഇൻ പെയിൻ അസസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അസസ്മെൻറ്റ് ടെക്നിക്കാണ്. ദാറ്റ് ഈസ് അവർ 5th വൈറ്റൽ സൈൻ, പെയിൻ അസസ്മെൻറ്റ്. 5ാമത്തെ വൈറ്റൽ സയൻസ് എന്നറിയപ്പെടുന്ന പെയിൻ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഹിസ്റ്ററി കളക്ഷൻ ചെയ്യുന്നു, ഫങ്ഷണൽ അസസ്മെൻറ്റും സൈക്കോസോഷ്യൽ അസസ്മെൻറ്റും ഫിസിയോളജിക്കൽ അസസ്മെൻറ്റും ചെയ്തു. അടുത്ത 4ാമത്തെ സ്റ്റെപ്പിലായിട്ട് നമ്മൾ പല സ്കെയിലുകളിലൂടെയുള്ള അസസ്മെൻറ്റ് നടത്തുന്നു. ന്യൂമറിക് സ്കെയിൽ ഉണ്ടായിരുന്നു, വോങ് ബാക്കർ സ്കെയിൽ ഉണ്ടായിരുന്നു, ഫ്ലാഗ് സ്കെയിൽ ഉണ്ടായിരുന്നു, പെയിൻ ഇൻറ്റൻസിറ്റി സ്കെയിൽ ഉണ്ടായിരുന്നു, വിഷ്വൽ അനലോഗ് സ്കെയിൽ ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് യു ഓൾ അണ്ടർസ്റ്റുഡ് അബൌട്ട് ദിസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇവിടെ തീരുന്നില്ല. പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഫിസിയോളജിയെക്കുറിച്ചും കോസസിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്സിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇൻവേസീവും നോൺ ഇൻവേസീവും ആയിട്ടുള്ള പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതുപോലെ നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ കണ്ടന്റിൻ്റെയും ക്ലാസ്സുകൾ ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ഫണ്ടമെന്റൽസ് 1, 2 ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ കംപ്ലീറ്റ് ക്ലാസ്സസ്, സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ ഫൈനൽ എക്സാമിന് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട MCQസും ആദ്യത്തെ ദിവസം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ ഫ്രം ദ ബിഗിനിങ് ടിൽ യുവർ എക്സാം നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും നഴ്സിംഗ് സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബയോകെമിസ്ട്രി ഒരുപാട് പഠിക്കാനുണ്ട്, ന്യൂട്രീഷൻ ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൂടാതെ 30-ലധികം ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഫണ്ടമെന്റൽസിൽ പഠിക്കാനുള്ളത്. ടോട്ടലി ഇറ്റ്സ് എ വെരി വാസ്റ്റ് സിലബസ്. ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാനില്ല. ആദ്യത്തെ ദിവസങ്ങൾ മുതലേ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് തറവായിട്ട് പഠിച്ചു പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.